നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ തിരിച്ചറിയൽ രേഖകളും അതായത് പേഴ്സണൽ ഔസ്വൈസും പാസ്പോർട്ടും പൂർണ്ണമായും ഡിജിറ്റലാക്കാനുള്ള പുതിയ നിയമനിർമ്മാണത്തിന് ഫെഡറൽ ക്യാബിനറ്റ് അനുമതി നൽകി. EU-DI വാലറ്റ് എന്ന ഡിജിറ്റൽ ബ്രീഫ് കേസ് വഴി സ്മാർട്ട് ഫോണുകളെ ഇനി ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയാക്കി മാറ്റാം. 2026 രണ്ടാം പകുതിയോടെ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ഇതിലെ പ്രധാന മാറ്റങ്ങളും വിവരങ്ങളും അന്വേഷിച്ചപ്പോൾ മൊബൈൽ ഐഡിയിൽ പുതിയ ആപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് തുറക്കാനും കരാറുകളിൽ ഒപ്പുവെക്കാനും പ്രായം തെളിയിക്കാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. ഇതിലേക്ക് പിന്നീട് ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടുത്തും. പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. ഡിജിറ്റൽ ID ഉപയോഗിക്കുന്നത് നിർബന്ധമല്ല, പൂർണ്ണമായും സ്വമേധയാ ഉള്ളതാണ്. ഫിംഗർ പ്രിന്റ്, ഫേസ് ID അല്ലെങ്കിൽ പിൻ നമ്പർ വഴി ഇത് സുരക്ഷിതമാക്കാം. ഫോൺ നഷ്ടപ്പെട്ടാൽ ID ബ്ലോക്ക് ചെയ്യാനും സംവിധാനമുണ്ട്. വിലാസം മാറ്റുന്നതും എളുപ്പമാകും. ഇനി മുതൽ വീട് മാറി പുതിയ സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ പാസ്പോർട്ടിൽ വിലാസം തിരുത്തേണ്ടതില്ല. ഇതുവഴി വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളുടെ അനാവശ്യ ഓഫീസ് കയറി ഇറങ്ങൽ ഒഴിവാകുമെന്നും സർക്കാർ പറയുന്നു. അതേസമയം മുതിർന്ന പൗരന്മാർക്ക് ഇളവുണ്ട്. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർ എടുക്കുന്ന ID കാർഡുകൾക്ക് 10 വർഷത്തെ കാലാവധി കഴിഞ്ഞാലും വീണ്ടും പുതുക്കേണ്ടതില്ല. ഇത് ആജീവനാന്തം ഉപയോഗിക്കാം. എന്നാൽ ഓൺലൈൻ ആവശ്യങ്ങൾക്കും വിദേശ യാത്രകൾക്കും പുതിയത് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ബുണ്ടസ്റ്റാഗും ബുണ്ടസ്റാറ്റും ഈ നിയമത്തിന് അന്തിമ അംഗീകാരം നൽകുന്നതോടെ പുതിയ ഡിജിറ്റൽ സംവിധാനം ജർമ്മനിയിൽ ഔദ്യോഗികമായി നിലവിൽ വരും. ഇതിനെപ്പറ്റി അല്പം കൂടി പറഞ്ഞാൽ ഓൺലൈൻ IDയുടെ പിൻ ഇനി വീട്ടിലിരുന്ന് സൗജന്യമായി മാറ്റാൻ സാധിക്കും. ജർമ്മനിയിലെ ഓൺലൈൻ ID കാർഡ് ഉപയോഗിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി പിൻ റീസെറ്റ് സർവീസ്, അതായത് പിൻ റുക്സെറ്റ്സ് ഡീൻസ്റ്റ് വീണ്ടും പ്രാബല്യത്തിൽ വരികയാണ്. പിൻ നമ്പർ മറന്നുപോയാൽ ഇനി സിറ്റിസൺസ് ഓഫീസിൽ, അതായത് ബുർഗർ ആംഡിൽ നേരിട്ട് പോയി ക്യൂ നിൽക്കേണ്ടതില്ല. 2026 പകുതിയോടെയാണ് ഇത് സൗജന്യമായി ഓൺലൈൻ സേവനം പുനരാരംഭിക്കുന്നതെന്നും ഡിജിറ്റൽ മന്ത്രാലയം അറിയിച്ചു. ഇതിലെ പ്രധാന വിവരങ്ങൾ പറയുമ്പോൾ ഓൺലൈൻ IDയുടെ പിൻ നമ്പർ മറന്നുപോവുകയോ അല്ലെങ്കിൽ ഈ ഫീച്ചർ ആദ്യമായി ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരികയോ ചെയ്താൽ പുതിയ പിൻ നമ്പറും ആക്ടിവേഷൻ കോഡും അടങ്ങിയ കത്ത് ഓൺലൈൻ വഴി സൗജന്യമായി അപേക്ഷിക്കാം. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോസ്റ്റ് ഇഡന്റ് സംവിധാനം വഴി കൃത്യമായി അപേക്ഷകന്റെ കയ്യിൽ മാത്രമായിരിക്കും ഈ കത്ത് തപാൽ മാർഗം എത്തിക്കുക. നിലവിൽ ജർമ്മനിയിലെ ഭൂരിഭാഗം പേർക്കും തങ്ങളുടെ ഓൺലൈൻ ID പിൻ നമ്പർ അറിയില്ലെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. പുതിയ മാറ്റം പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് സർക്കാർ കാര്യങ്ങൾ ഓൺലൈനായി വേഗത്തിൽ തീർക്കാൻ സഹായിക്കുമെന്നും ജർമ്മൻ സർക്കാർ വ്യക്തമാക്കുന്നു. മുൻപ് 2022 ഈ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും വൻ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഏകദേശം 29 മില്യൺ യൂറോ ചെലവായതിനെ തുടർന്ന് 2023 അവസാനത്തോടെ നിർത്തലാക്കുകയായിരുന്നു. എന്നാൽ 2027 വരാനിരിക്കുന്ന EU-DI ഡിജിറ്റൽ വാലറ്റിന്റെ മുന്നോടിയായിട്ടാണ് ഈ സർവീസ് ഇപ്പോൾ സൗജന്യമായി തിരികെ കൊണ്ടുവരുന്നത്. എന്തായാലും ജർമ്മനി ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വീണ്ടും അടുക്കുകയാണ്. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ വീണ്ടും വെടിവയ്പുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ബെർലിനിലെ ക്രൂസ്ബർഗ് മേഖലയിലെ തിരക്കേറിയ തെരുവുകളിലാണ് സംഭവം നടന്നത്. വെടിവയ്പിനെ തുടർന്ന് വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ബെർലിനിലെ ഗ്രേഫസ്ട്രാസെ, അർബൻ സ്ട്രാസെ എന്നീ തെരുവുകൾ ചേരുന്ന കവലയിലാണ് പുലർച്ചെ വെടിവെച്ചുകൾ കേട്ടത്. പോലീസ് പ്രദേശം പൂർണ്ണമായി വളയുകയും റോഡിൽ നിന്ന് വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ ആളപായമില്ലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ പറയുന്നത്. വെടിവയ്പ് നടത്തിയ ശേഷം അക്രമികൾ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടുവെന്നും പറയുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള വ്യാപക തെരച്ചിലും ആരംഭിച്ചു. ബെർലിനിൽ ക്രിമിനൽ സംഘങ്ങൾ, അതായത് മാഫിയ ഗ്രൂപ്പ്സ് തമ്മിലുള്ള കുടിപ്പകയാണ് തെരുവ് യുദ്ധത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ജർമ്മനിയിലെ ബവേറിയയിൽ പെന്തക്കോസ്ത് അവധി ദിനമായ ഞായറാഴ്ച വൈകുന്നേരം സാങ്കേതിക തകരാറിനെ തുടർന്ന് റീജിയണൽ എക്സ്പ്രസ് ട്രെയിൻ പാതി വഴിയിൽ കുടുങ്ങി. 30 ഡിഗ്രിയോളം ചൂടുള്ള കാലാവസ്ഥയിൽ എയർ കണ്ടീഷണർ പോലും ഇല്ലാതെ 2 മണിക്കൂറോളം യാത്രക്കാർ ദുരിതത്തിലായി. ഇംഗോൾസ്റ്റാറ്റിന് സമീപം സ്റ്റാംഹാം എന്ന സ്ഥലത്ത് വെച്ച് വൈകുന്നേരം 5 മണിയോടെയാണ് വൈദ്യുതി തടസ്സപ്പെട്ട് ട്രെയിൻ നിശ്ചലമായത്. ഏകദേശം 300 യാത്രക്കാരാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത്. സുരക്ഷാ സേനയെത്തി യാത്രക്കാരെ ട്രാക്കിലിറക്കി A9 ഹൈവേക്ക് സമയമുള്ള അപ്പർ ഷോഫർ എന്ന സ്ഥലത്തേക്ക് 1.5 കിലോമീറ്ററോളം നടത്തിച്ചാണ് ബസ്സുകളിൽ കയറ്റിവിട്ടത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സുരക്ഷാ വാഹനങ്ങളിൽ എത്തിച്ചു. മ്യൂണിക്ക് ബെർലിൻ മെയിൻ റെയിൽവേ ലൈനിലാണ് അപകടം നടന്നത്. തുടർന്ന് ഈ റൂട്ടിലെ അതിവേഗ ICE ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവ മണിക്കൂറുകളോളം തിരിച്ചുവിടുകയും ചെയ്തു.
ബെൽജിയത്തിലെ ബ്രൂഹൻഹൌട്ടിൽ ചൊവ്വാഴ്ച രാവിലെ ലെവൽ ക്രോസ് മുറിച്ചു കടന്ന സ്കൂൾ ബസ്സിലേക്ക് ട്രെയിൻ ഇടിച്ചു കയറി 2 കുട്ടികളടക്കം 4 പേർ മരിച്ചു. ലെവൽ ക്രോസിലെ സിഗ്നൽ ചുവപ്പായിരുന്നിട്ടും ഗേറ്റ് അടച്ചിരുന്നിട്ടും സ്കൂൾ ബസ് മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ബസ് ഡ്രൈവറും സഹായിയും 2 സ്കൂൾ കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചത്. ഒരു സ്പെഷ്യൽ സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 7 കുട്ടികളും ഡ്രൈവറും സഹായിയുമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അപകട സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന 100ഓളം യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ട്രെയിൻ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തെങ്കിലും അപകടം ഒഴിവാക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വെറുമൊരു ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റമല്ല നിർമ്മിത ബുദ്ധിയെന്നും അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ആഗോള സുരക്ഷാ ഭീഷണിയാണെന്നും ലയോ 14 മാർപ്പാപ്പ ഇന്നലെ പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസി അതായത് മഹത്തായ മനുഷ്യരാശി എന്ന ലേഖനത്തിൽ മുന്നറിയിപ്പായി നൽകിയത്. നിർമ്മിത ബുദ്ധിയെ സസൂക്ഷ്മം വിലയിരുത്തി അവയുടെ വികസനം മന്ദഗതിയിലാക്കുകയും നിയന്ത്രിക്കുകയും വേണം. അവ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും സംഘർഷത്തിന് മുൻഗണന നൽകുകയും ലോകത്തെ അവസാനിക്കാത്ത യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. ശാസ്ത്ര പുരോഗതിയുടെ അമിതമായ ആത്മവിശ്വാസത്തിൽ ദൈവത്തെയും ധാർമ്മികതയും വിസ്മരിച്ചുകൊണ്ട് AI ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ബൈബിളിലെ ബാബേൽ ഗോപുരം നിർമ്മിക്കാൻ ശ്രമിച്ചതിന് തുല്യമാണെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ടോൾക്കീന്റെ ദ ലോർഡ് ഓഫ് ദി റിംഗ്സ്, പ്ലേറ്റോയുടെ തത്വശാസ്ത്രങ്ങൾ, ബീത്തോവന്റെ 9th സിംഫണി എന്നിവ ഉദ്ധരിച്ചുകൊണ്ടാണ് 130ലധികം പേജുകളുള്ള ചാക്രിക ലേഖനം മാർപ്പാപ്പ തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പാർലമെന്റ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി. വികസന കാര്യങ്ങളിൽ കേന്ദ്രവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന പ്രായോഗിക സമീപനമാണ് പുതിയ മുഖ്യമന്ത്രിയുടേത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നും അർഹമായ കേന്ദ്ര വിഹിതങ്ങളും GST കുടിശ്ശികയും അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. മുൻ സർക്കാരിന്റെ റെയിലിന് പകരമായി പുതിയ പരിസ്ഥിതി സൗഹൃദ അതിവേഗ റെയിൽ പാതയ്ക്ക് കേന്ദ്ര അനുമതിയും തേടി. ദുരന്തബാധിതരുടെ സമഗ്ര പുനരധിവാസത്തിനായി കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രത്യേക ഫണ്ടും ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനത്തിനും ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ നവീകരണത്തിനും സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെട്രോ 2ാം ഘട്ടം, ശബരി റെയിൽപാത എന്നിവ വേഗത്തിലാക്കാനും ചർച്ച നടത്തി. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ തനത് വിദ്യാഭ്യാസ മാതൃകകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ തനത് സംസ്കാരത്തിന്റെ പ്രതീകമായ കഥകളിയിലെ കൃഷ്ണരൂപം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ച ശേഷമാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.